ഇത് കണ്ടാ ആണ്ട നമുക്ക് വേണ്ടിയിട്ട് ചെക്ക് പോസ്റ്റ് പൊങ്ങിയുണ്ടോ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോന്നി ഫോറസ്റ്റിലൂടെ പത്തനംതിട്ടയിൽ നിന്ന് ഗവി റൂട്ടിൽ മൂഴിയാറേക്ക് നടത്തിയൊരു യാത്ര കേട്ടോ. പെരുമഴയത്ത് നല്ല കിടിയിലെ കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ടുള്ള കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട എത്തിയിട്ടോ. പത്തനംതിട്ട നമ്മൾ മൂഴിയാർ റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് മധുരം കുറച്ച് പാല് കുറച്ച് സ്ട്രോങ്. അടിപൊളി ചായ. ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. പത്തനംതിട്ട KSRT സ്റ്റാൻഡായി കിടന്ന കേട്ടോ. ശബരിമല എരുമേലി റാന്നി റൂട്ടാട്ടോ. അവിടുന്ന് സ്ട്രേറ്റ് നമ്മൾ ശബരിമല റൂട്ടിലോട്ട് കയറുവാണ്. ഇപ്പോൾ സമയം 3:30 കഴിഞ്ഞ് 3:35 ഒരു രക്ഷയില്ലാതെ കിടുമഴ. നല്ല കാറ്റുണ്ട്. അയ്യോ ആ ബോർഡ് എൻ്റെ മോനെ ആ വലിയ ബോർഡ് മൊത്തം മറിഞ്ഞു കേട്ടോ. മൂവാറ്റുപുഴ എരുമേലി ശബരിമല ഗവി. ഇവിടുന്ന് 90 കിലോമീറ്റർ ഉള്ളൂ ഗവിക്ക് അല്ലേ. ഇവിടുന്ന് റൈറ്റ് ഇറങ്ങിയിട്ടല്ലേ ശബരിമലയ്ക്ക് പോകുന്നത്. സെയിം റൂട്ട് തന്നെ. നമ്മളും ആ റൂട്ട് തന്നെ ഇറങ്ങി പോകുന്നത് അല്ലേ. നമ്മളിവിടുന്ന് റൈറ്റ് കട്ട് ചെയ്യുകയാണ്. അത് ശബരിമല റൂട്ട്. ഇപ്പോൾ സമയം 3:45. നമ്മൾ വളശ്ശേരിക്കര എത്തിയിട്ടുണ്ട്. നമ്മൾ വളശ്ശേരിക്കര കേട്ടോ തെറ്റി പോകുന്നുണ്ട്. വളശ്ശേരിക്കര പാലം കയറി ആ ടൗണിലോട്ട് ഇറങ്ങുവാണ്. പെരിനാട് എത്തിയേട്ടാ. പെരിനാട് പാലം കവർ ചെയ്ത് നല്ലൊരു കിടിലെ ഒരു ആർച്ച് കുറിച്ച് കേട്ടോ. പെരിനാട് നമ്മൾ ആ പാലം കവർ ചെയ്ത് പെരിനാട് കഴിഞ്ഞിട്ടുണ്ട്. മോനെ ഒരു വെള്ളച്ചാട്ടം കണ്ടാകള്. റോഡ് സൈഡിലെ കിട്ടിലെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ? അടിപൊളി. വാ കിട്ടിലെ വെള്ളച്ചാട്ടം കേട്ടോ. ഞാൻ കാണിച്ചു തരേ. ഇത് കണ്ടാ നമ്മളെ കറക്റ്റ് നമ്മളിപ്പം ഏത് ഭാഗത്തായിരുന്നു ചേട്ടാ? ഇത് പ്ലാപ്പിളി കേട്ടോ. നമുക്കിവിടെ അധികം നിൽക്കണ്ട. വണ്ടി വല്ലതും കയറി വരുമോ? ഈ റോഡിലേ കല്ല് വീണ് കിടക്കണം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റേ. അയ്യോ ആ ഫുള്ള് കല്ല് ഇവിടെ കിടന്നത്. നമ്മൾ ജസ്റ്റ് 2 കല്ലും സൈഡിലോട്ട് മാറ്റിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി വരുന്ന അതിനകത്ത് ഡയറക്റ്റ് ഒന്ന് ഹിറ്റാവും.
സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. മറ്റേതെങ്കിലും വണ്ടിക്കാർ വരുവാണെങ്കിൽ കറക്റ്റ് അതിൻ്റെ സെൻറ്ററിന് ഇടി വീഴത്തുള്ളൂ. അവൻ പാവപ്പെട്ട വീണും പോവും പെട്ടും പോവും. അതിനെക്കാട്ടി നല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാലേ. ശബരിമല പ്ലാപ്പള്ളി നമുക്ക് വലത്ത കയറി പോകണ്ട. നമുക്കിവിടുന്ന് റൈറ്റ് അല്ലേ? ശബരിമല. ഈ നേരെയുള്ള റൂട്ടോ ഇത് നമുക്ക് റൈറ്റ്. പ്ലാപ്പള്ളിയിൽ നിന്ന് നമ്മൾ റൈറ്റ് കയറുവാണേ, ഗവി റൂട്ടേ. ശബരിഗിരി പവർ ഹൗസ് ഉണ്ടാവും. ഓ സാധനമൊക്കെ വള്ളിയൊക്കെ കീച്ചി കിടക്കുന്ന കണ്ടാ. ഈ മഴയത്ത് ഉള്ള കാട്ടിരിക്കൂടെ വന്നുള്ള കുഴപ്പങ്ങൾ ഇതൊക്കെയാ. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്ന ഈ ഒരു ഹൈ റേഞ്ച് ഓട്ടങ്ങൾ മാക്സിമം ഒഴിവാക്കുക അല്ലേ? ഹൈ റേഞ്ചിലേ റിസ്ക് ആണ് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മൾ പോകുന്നത് തന്നെ റിസ്ക് ആണ്. ഫുള്ള് കല്ല് ഇറങ്ങി കിടക്കുന്നുണ്ടോ? ഇത് അടിക്കും കേട്ടോ. അതാ സൈഡെല്ലാം വെള്ളം ഒഴുകിയിട്ടേ കല്ലെല്ലാം റോഡിൽ കിടക്കുന്നുണ്ട്. മറ്റേ ആ മണ്ണൂനെയൊക്കെ അതെന്തോ വർക്കിന് കൊണ്ടിട്ട് അതിൽ ഒലിച്ചു പോയി. ആ വെള്ളച്ചാട്ടത്തിൽ അവിടെ നമുക്ക് ഭീകരമായിട്ട് തോന്നി കേട്ടോ. ഓ എൻ്റെ മോനെ, ആ മൊത്തവും മണ്ണ് റോഡിൽ കിടക്കുന്നുണ്ടാ. അടിപൊളി റോഡാണ്. ഇങ്ങനെ 3-4 മഴ കഴിയുമ്പോഴത്തേക്ക് റോഡ് കുളമാവും പല ഭാഗങ്ങളും. ഇടയ്ക്ക് ഈ സൈഡിൽ റോഡിൻ്റെ സൈഡിൽ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടെ നിറഞ്ഞ് കവിഞ്ഞ് റോഡിൽ കൂടെ അങ്ങ് ഒഴുകുമ്പോഴത്തേക്കാണ് ഈ മണ്ണ് മൊത്തം ഒലിച്ചങ്ങ് പോണത്. റോഡിൻ്റെ ഈ സൈഡ് മൊത്തം ഒന്നുമില്ല, എല്ലാം ഒലിച്ചു പോയി. സമയം 4:30 കഴിഞ്ഞു കേട്ടോ. 4:30 കഴിഞ്ഞിട്ടുണ്ട്. 4:38 ആയിട്ടുണ്ട്. നമ്മൾ പ്ലാപ്പള്ളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റൈറ്റ് കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്നത് നിലയ്ക്കൽ ചർച്ച് എന്ന് പറഞ്ഞൊരു പള്ളിയിലോട്ടാട്ടോ. പല ടൂറിസ്റ്റുകൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടൊരു പള്ളിയാണ്, ഫേമസ് ആയിട്ടൊരു പള്ളിയാണ്. 100 കിലോമീറ്റർ ഉള്ളു. നമുക്ക് തിരിച്ച് വരുമ്പോൾ നമുക്ക് ആ റൂട്ടൊന്ന് കയറി ആ പള്ളി ഒന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. വണ്ടിക്ക് വട്ടം, ബാപ്പൻ്റെ വണ്ടിക്ക് വട്ടം വെക്കുന്നോടാ. ആങ്ങാമുഴി പാലം. ഈ ഒരു ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ നമ്മൾ കയറുന്നത് ഗവി റോഡിലോട്ടാണ്. ഈ സമയത്ത് മറ്റ് വണ്ടികളൊന്നും പോല, സ്റ്റാഫിൻ്റെ വണ്ടി മാത്രമേ പോകത്തുള്ളൂ. ആണ്ട നമുക്ക് വേണ്ടിയിട്ട് ചെക്ക് പോസ്റ്റ് പൊങ്ങിയുണ്ടോ? മറ്റ് വണ്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ പാസ് എടുത്തിട്ടേ വരാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈ സമയത്ത് എന്തായാലും ഒരു വണ്ടിയും കയറ്റി വിടത്തില്ല. ഓ ഈ സൈഡിൽ ഇങ്ങനെ പോട്ടെ. നമ്മുടെ ഗവി ബസ് നമ്മളെ കയ്യിൽ വന്നിട്ട് നഷ്ടപ്പെട്ടു പോയി കേട്ടോ. കാരണം എനിക്ക് ക്യാമറ ഓണാക്കാനും പറ്റില്ല, വണ്ടി ഫുള്ള് റിവേഴ്സ് എടുത്ത് കൊടുക്കേണ്ടതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. 10 കിലോമീറ്ററുകളുണ്ട് നമുക്ക് മൂഴിയാർ എത്താൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന മൊത്തം ഈറ കേട്ടോ. ഈറ ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് ഈറ. അത് ഫുള്ള് റോഡിലൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ആന വന്ന് പോയ ലക്ഷണങ്ങൾ കാണാറുണ്ട്. ആനപ്പിണ്ടങ്ങളൊക്കെ കിടക്കുന്ന മൊത്തം ആനപ്പിണ്ടങ്ങളാട്ടോ. ഈ നല്ല മഴയും കാറ്റുള്ളപ്പോൾ ഇവ ഇറങ്ങി റോഡിൽ നിൽക്കും കേട്ടോ. ഇവർ ഈ മരമൊക്കെ ഓടിച്ച് ദേഹത്ത് വീഴുന്നൊരു പേടിയുണ്ടേ. അതുകൊണ്ട് സാർ ഇറങ്ങി റോഡിൽ നിൽക്കും. അപ്പോൾ റോഡിൽ വരുമ്പോഴുള്ള കുറച്ച് കലാപരിപാടികളാണ് ഈ ഈറയൊക്കെ വലിച്ച് റോഡിലിടുക. അങ്ങനെയുള്ള കൊച്ചു കലാപരിപാടികൾ ആൾക്കുണ്ട്. കാരണം ഇതെല്ലാം ഈറയെല്ലാം വലിച്ചിട്ട് കണ്ടത് ആന ഇതുന്ന മണിയാണ്. ലാസ്റ്റ് ഗവി നമ്മുടെ ഗവി മുകളിൽ നിന്ന് ഗവി വരുന്ന പത്തനംതിട്ട വണ്ടി കേട്ടോ. ആ പോന്നു. മൂഴിയാർ ഡാമിൻ്റെ മുകളിൽ കൂടെ പോകുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ്
പോകുന്നതേ ആ ശബരിഗിരി പവർ സ്റ്റേഷനിലോട്ട് പോകുന്നതാണ് കേട്ടോ, റൈറ്റിന് പോകാൻ. നമുക്ക് അടിപൊളി ഒരു വ്യൂ കിട്ടുന്നത് എപ്പോഴാണ് ഈ ഒരു ടേണിങ് കയറുമ്പോൾ അടിപൊളി ഒരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. ഈ കാണുന്ന റോഡ് ഉണ്ടോ, ഇവിടുന്ന് റൈറ്റ് പോകുന്നത് ഗവിക്കാണ്. മനോഹരമായൊരു ക്ഷേത്രം കേട്ടോ, പ്രകൃതിയിൽ ഇണങ്ങി നിൽക്കുന്ന കിടിലൻ ഒരു ക്ഷേത്രം കേട്ടോ. അതാണ് ഈ ഒരു അയ്യപ്പ ക്ഷേത്രം. മൂഴിയാറാണ്, നമ്മുടെ ഗിവി റൂട്ടിലാണ്. ആ ഒരു കോടയൊക്കെ ഇറങ്ങി വരുന്നൊരു വിഷ്വലുണ്ടോ, അടിപൊളിയല്ലേ.